ഭരദ്വാജ മുനിയുടെ മകനായിരുന്ന ദ്രോണാചാര്യർ അദ്ദേഹത്തിന്റെ പേരെന്നാൽ ഒരു പാത്രത്തിൽ ജനിച്ചത് എന്ന് വിവർത്തനം ചെയ്യുന്നു. കൃപാചാര്യന്റെ സഹോദരിയായ കൃപിയെ ദ്രോണർ വിവാഹം ചെയ്യുന്നു. ദ്രോണർക്കും കൃപിക്കും അശ്വത്ഥമാവ് എന്നൊരു പുത്രൻ ജനിച്ചു. പരശുരാമനോടൊപ്പം പഠിക്കാൻ ദ്രോണർ പരശുരാമനെ സന്ദർശിക്കുന്നു. അവിടെ എത്തുമ്പോഴേക്കും പരശുരാമൻ തന്റെ സ്വത്തുക്കളെല്ലാം ബ്രാഹ്മണർക്ക് വിട്ടുകൊടുത്തിരുന്നു. തന്റെ ശരീരമോ ആയുധങ്ങളോ എടുത്തോളാൻ ദ്രോണരോട് പറയുന്നു. ദ്രോണർ ആയുധശേഖരം തിരഞ്ഞെടുക്കുന്നു. അർജുനൻ ഭൂമിയിലെ ഏറ്റവും വലിയ വില്ലാളിയായി മാറുമെന്ന് ദ്രോണർ പ്രവചിച്ചിരുന്നു. ഏകലവ്യന്റെ കഴിവ് മനസ്സിലാക്കിയ ദ്രോണാചാര്യർ അർജുനനേക്കാൾ കഴിവുള്ള വില്ലാളിയായി മാറുമെന്ന് ദ്രോണാചാര്യർ ആശങ്കുലനാകുന്നു. അതിനാൽ തള്ളവിരല് ഗുരുദക്ഷിണയായി നൽകാൻ ഏകലവ്യനോട് ആവശ്യപ്പെടുന്നു. യുദ്ധത്തിന്റെ 15-ാം ദിവസം ശക്തമായ ബ്രഹ്മദണ്ഡം ഉപയോഗിക്കാൻ ദ്രോണർ തീരുമാനിക്കുന്നു. ഇത് തടയാൻ ഭീമൻ അശ്വത്ഥമാവ് എന്ന ആനയെ കണ്ടെത്തി കൊല്ലുകയും അശ്വത്ഥമാവ് കൊല്ലപ്പെട്ടു എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. മകന്റെ മരണവാർത്ത വിശ്വസിച്ച ദ്രോണർ ആയുധങ്ങൾ താഴെയിട്ട് കണ്ണുകളടച്ച് നിലത്തിരിക്കുന്നു. ഈ സമയം ധൃഷ്ടദ്യുമ്നൻ ദ്രോണരെ വധിക്കുന്നു.